നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള IPL മാച്ചിൻ്റെ പ്രിവ്യൂവും പ്രെഡിക്ഷൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മസ്റ്റ് വാച്ചാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മാച്ചും വെന്യൂ ചേഞ്ച് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഹമ്മദാബാദിലായിരുന്നു കഴിഞ്ഞ രണ്ട് മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ഡൽഹിയിലാണ്. ഫിറോസ് ഷാ കോട്ട്ല പിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അരുൺ ജെയ്റ്റ്ലി പിച്ച്, എങ്ങനെയാണെങ്കിലും ഡൽഹിയിലാണ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി അധികം വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ H2H വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അലോങ് വിത്ത് സം ലാൻഡ് മാർക്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. എപ്പോഴും ഞാൻ നിങ്ങളുടെ എടുത്ത് പറയുന്നതാണ്, ഈ കീ പോയിന്റ്സ് തന്നെയാണ് നിങ്ങൾ ഓർത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ കഴിഞ്ഞ മാച്ചിലും അതൊക്കെ തന്നെയാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറഞ്ഞതും. പിന്നെ കുറച്ച് പ്രഷർ സിറ്റുവേഷൻസും ക്രഞ്ച് ഗെയിംസിൽ ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കി വയ്ക്കുക. അത് ഞാൻ വീഡിയോയിൽ എൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗെയിം ടോംസ് ആപ്പിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ആപ്പാണ്. അതിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം അതിൽ ഫസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാൻഡ് ലീഗ് ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിലും ഗ്രാൻഡ് ലീഗിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് 999 ആയിരിക്കും ഫസ്റ്റ് റാങ്ക്, പക്ഷേ അത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 999 എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവിട്ടിരിക്കുന്നത്. പകുതി, അതായത് ജോയിൻ ചെയ്യുന്ന സ്പോർട്സിനേക്കാൾ പകുതി കൂടുതൽ നിങ്ങൾക്ക്, അതായത് 1900 പേർക്കെങ്കിലും മിനിമം 30 രൂപയും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1 രൂപയുടെ ഒരു എൻട്രി ഉണ്ട്, ജസ്റ്റ് 1 റുപ്പീസ്. അതുപോലെ വെറും ബോണസ് ലീഗ്, ഇത് പലരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് ബോണസ് ലീഗ് ജോയിൻ ചെയ്യുന്നത്. അതായത് ബോണസ് ലീഗ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലീഗിൽ ജസ്റ്റ് നിങ്ങളുടെ ബോണസ് ലീഗ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്മോൾ 2 രൂപ 5 രൂപയുടെ ഒക്കെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. എലോങ് വിത്ത് ദാറ്റ് എല്ലാ മാച്ചസിലും, പ്രത്യേകിച്ച് വീക്കെൻഡ് മാച്ചസിൽ ഒരുപാട്, വീക്കെൻഡ് മാച്ചസിലൊക്കെ ഓൾമോസ്റ്റ് 10,000 എന്നുള്ള റേഞ്ചിൽ വരും. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 1,500 എങ്കിലും ഫ്രീ, എല്ലാ മാച്ചിലും ഫ്രീ ഗീവ് അവേ ഒരു 1,500 രൂപ എപ്പോഴും ഒരു കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. വെറുതെ എന്തിനാണ് ഒരു ഗീവ് അവേ കോൺടെസ്റ്റിൻ്റെ ക്യാഷ് നിങ്ങൾ കളയുന്നത്? നിങ്ങൾക്ക് വെറുതെ ഒന്ന് ജോയിൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അക്കാര്യം കൂടെ ഓർത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും എപ്പോഴും ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഗീവ് അവേ കോൺടെസ്റ്റിൽ നിങ്ങൾ കളിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ക്യാഷ് കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകിച്ച് കമ്പയർ ചെയ്യണം ഗെയിം ടോസിൻ്റെ. അതായത് എൻട്രി ഫീസ് കമ്പാരിറ്റീവ്ലി അതർ ആപ്സിന് നോക്കുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾ 4 മെമ്പർ ലീഗിൻ്റെ നോക്കുക, മൊത്തത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോ ലീഗ് കളിക്കുന്നവർക്കൊന്നും വ്യത്യാസം മനസ്സിലാകത്തില്ല, പക്ഷേ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണെങ്കിലും ജയിക്കുന്നതിലൊക്കെ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, ഗെയിം ടോസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിംഗ് ഉള്ള ചെന്നൈ സൂപ്പർ കിങ്സിനല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെയധികം ഡെഫിനറ്റ്ലി ഒരു ആസ് എ ടീം ദേ ആർ സ്ട്രൈക്കിംഗ് ഇറ്റ് റിയലി വെൽ. അപ്പോൾ ഒരു നമ്പർ 1 എന്നുള്ള ലീഗിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. CSKയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരും. അതായത് ഒരിക്കലും നമ്മൾ എത്തത്തില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അവർ എത്തിയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടീമാണ് CSK. പക്ഷേ സൺറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അവർ ആ കൂടെ ഒരു ഒറ്റ മാച്ചാണ് 5 മാച്ചസിൽ നിന്ന് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ മാച്ച് ഡീറ്റെയിൽസ് പിന്നെ ഞാൻ പറയുകയാണ്, ഡൽഹിയിലാണ് മാച്ച് നടക്കാൻ പോകുന്നത്, 7:30 തന്നെയാണ് മാച്ച് ടൈം. പിച്ച് റിപ്പോർട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കുക. ഒരു ബാറ്റിംഗ് ഓറിയൻറ്റഡ് പിച്ച് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദർ ഇസ് ആമ്പിൾ ഹെൽപ്പ് ഫോർ ബൗളേഴ്സ്. അത് സ്പിന്നേഴ്സ് ആണെങ്കിലും ഫാസ്റ്റ് ബൗളേഴ്സ് ആണെങ്കിലും ഒരല്പം ഗ്രാസ് കവറേജ് ഉണ്ടാവും സർഫേസിൽ. നാളെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഗ്രാസ് കവറേജ് ഫുള്ളായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലാണോ, ടിഞ്ച് ഓഫ് ഗ്രാസോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സ്പേസസിന് ഡെഫിനറ്റ്ലി ഇനിഷ്യലി സ്വിങ് കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഒരു ഗ്രീൻ ടിഞ്ച് പോയി കഴിഞ്ഞാൽ സ്പിന്നേഴ്സിന് അതിൻ്റെതായ ഒരു റോളുണ്ട്. അതുപോലെ തന്നെ ഇനിഷ്യലി ഒരു ബോൾ സ്കിഡാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടേൺ ബൗൺസ് ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പിച്ചാണ്. അതുപോലെ തന്നെ ഡ്യൂ ഉള്ളത് കൊണ്ട് മോസ്റ്റ്ലി എല്ലാ ടീംസും ചേസിങ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു പിച്ചിൽ ഡ്യൂ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. 160 to 170 ആണ് ഒരു പാർ സ്കോർ നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രോബബിൾ 11 ഋതുരാജ് ഗെയ്ക്വാഡ്, ഫഫ് ഡു പ്ലസിസ്, സുരേഷ് റൈന, അംബാട്ടി റായിഡു, MS ധോനി, രവീന്ദ്ര ജഡേജ. ഇതിലൊരു ചെറിയ ചാൻസ് എന്ന് പറഞ്ഞാൽ മോയിൻ അലി വരാനുള്ള ചാൻസസ് സ്ലൈറ്റ്ലി ഉണ്ട്. പിന്നെ സാം കുറാൻ, ഡ്വെയിൻ ബ്രാവോ, ഇമ്രാൻ താഹിർ, ഷാദുൽ ഠാക്കൂർ ആൻഡ് ദീപക് ചഹാർ. സൺറൈസേഴ്സ് ആണെങ്കിൽ ഡേവിഡ് വാർണർ, ജോണി ബാർസ്റ്റോ, കെയ്ൻ വില്യംസൺ ആൻഡ് ഡയറക്ട്ലി മനീഷ് പാണ്ഡെ ഈസ് ഇൻ. അതുകൊണ്ട് എനിക്ക് എടുത്ത് പറയേണ്ട മെയിൻ കാര്യം. പിന്നെ കേദാർ ജാദവ്, വിജയ് ശങ്കർ, അഭിഷേക് ശർമ്മ, റാഷിദ് ഖാൻ, ജഗദീഷ് സുജിത്, ഖലീൽ അഹമ്മദ് ആൻഡ് സിദ്ധാർത്ഥ് കോൾ. അതാണ് നോ ചേഞ്ച്. വിരാട് സിംഗിനെ മാറ്റിയിട്ട് മനീഷ് പാണ്ഡെ തിരിച്ചു വരികയാണ്. എല്ലാ ക്രിറ്റിക്സിനും റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിയുടെ ഒരു വരവ്. ടോപ്പ് 6 ബാറ്റ്സ്മാനിൽ ഫസ്റ്റ് ഫഫ് ഡു പ്ലസിസ് ആണ്. ഹി ഹാസ് സ്കോർഡ് ഹിസ് സെക്കൻഡ് ഹാഫ് സെഞ്ചുറി ഈ ഒരു IPL ലാസ്റ്റ് മാച്ചിൽ ബാംഗ്ലൂരിനെതിരെ. ഓൾമോസ്റ്റ് ലാസ്റ്റ് 4 മാച്ചസിലും 30+ എന്നുള്ള റൺ സ്കോർ വന്നിട്ടുണ്ട്. ഡേവിഡ് വാർണറുടെ ഒരു റെയർ ഫെയിലർ ആയിരുന്നു. അതർ ദാൻ ദാറ്റ് 30+ സ്കോർസ് ലാസ്റ്റ് 3 ഗെയിംസിലും പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആണ്. ഋതുരാജ് ഗെയ്ക്വാഡ് ഒരു അല്പം റിസ്കി ആണെന്നുണ്ടെങ്കിലും
റിസ്കി ക്യാപ്റ്റൻസി ഓപ്ഷനാണ്. ഫസ്റ്റ് കൽക്കട്ടയ്ക്കെതിരെ വളരെയധികം ബ്രിസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാഫ് സെഞ്ചുറി ഉണ്ടെങ്കിലും അതിനുശേഷം ഒരു 33 റൺസ് ഉണ്ട്. സോ ഹീ ഈസ് ബാക്ക് ഇൻ ഫോം ആക്ച്വലി. ഇനി കെയ്ൻ വില്യംസൺ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസി നോക്കാണ് കളിക്കുന്നത്. എപ്പോഴാണെങ്കിലും ഏതൊരു പിച്ചിലാണെങ്കിലും ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. മിസ്റ്റർ ഡിപ്പെൻഡബിൾ. സോ ഒരു സൂപ്പർ ഓവറിൻ്റെ ഒരു പൊസിഷൻ ഇല്ലായിരുന്നെങ്കിൽ തോൽവിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ SRHനെ കരകയറ്റിയത് ശരിക്കും പറഞ്ഞാൽ കെയ്ൻ വില്യംസണാണ് ലാസ്റ്റ് ഒരു മാച്ചിൽ. ഹീസ് എ മിസ്റ്റർ ഡിപ്പെൻഡബിൾ പ്ലെയർ. അതുപോലെ രവീന്ദ്ര ജഡേജയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട കാര്യമില്ല. ബാറ്റിംഗ്, ഫീൽഡിംഗ്, ബൗളിംഗ്, എവറിത്തിങ്. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. സോ സാം കുറാന് ലാസ്റ്റ് 4 മാച്ചസ് അറ്റ്ലീസ്റ്റ് 1 വിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് കുറേ മാച്ചസ് ആയിട്ട് പുള്ളിയുടെ ഒരു പ്രസൻസ് നമുക്ക് അധികം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ കാലമല്ല, കഴിഞ്ഞ സീസണിൽ CSK ഒരു അല്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വിസിബിൾ ആയിരുന്നു ഖുറാൻ്റെത്. പക്ഷേ ഇത്തവണ ആസ് എ ടീം ദേ ആർ പെർഫോമിംഗ് റിയൽ വെൽ. സോ ആ ഒരു പ്രസൻസ് വരുന്നില്ല. ഇനി റാഷിദ് ഖാൻ has picked up at least 1 wicket in all of the matches in IPL 2000. ഒരൊറ്റ മാച്ച് ഒഴികെ. സോ വളരെയധികം എക്കണോമിക്കലുമാണ്. അതുപോലെ തന്നെ 30+ റൺസ് ഓൺലി ഒരു പ്രാവശ്യം ഇതിനാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സോ എഗൻസ്റ്റ് റാഷിദ് ഖാൻ സ്കോറിംഗ് ഇസ് വെരി വെരി ടഫ് ഇൻ എനി പിച്ചസ്. അതിന് ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിലും അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ദീപക് ചഹർ ഒരു ഓൾട്ടർനേറ്റ് ഫോമാണ്. അത് ഒരു കളിയിൽ കളിക്കും, ഒരു കളിയിൽ കളിക്കും, അങ്ങനെ ടൈപ്പ് ഓഫ് ഫോമാണ്. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഗോട്ട് 8 wickets in 4 games. സോ പെർഫോമൻസിൻ്റെ ഗ്രാഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ ഒരു ഗുഡ് സ്പെൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ജോണി ബെയർസ്റ്റോ ഫാബുലസ് ടച്ച് തന്നെയാണ്, ഇൻഫോം തന്നെയാണ്. ലാസ്റ്റ് മാച്ചിൽ 38 ഫ്രം ഓൺലി 18 ഡെലിവറീസ്. സോ 35 റൺസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് 3 ഗെയിംസിൽ പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. സോ വൺ ഓഫ് ദ സ്റ്റാർട്സ് കിട്ടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റൺസ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും ജോണി ബെയർസ്റ്റോ ഇസ് എ വെരി വെരി ഡേഞ്ചറസ് പ്ലെയർ, വൺ പ്ലെയർ ടു ബാങ്ക് ഓൺ. ബെസ്റ്റ് പിക്സ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ മസ്റ്റ് പിക്ക് ആയിട്ട് ഞാൻ പറയുന്നത് ഡുപ്ലാസിസ്, ജഡേജ, വാർണർ, ബെയർസ്റ്റോ, റാഷിദ് ഖാൻ. 5 പേരും ആർഗ്യുവലി വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. സ്റ്റാറ്റ്സ് ആൻഡ് ലാൻഡ് മാർക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് റൈനയ്ക്ക് ജസ്റ്റ് 1 4 കൂടെ മതി 500 ഫോർസ് എന്നുള്ളൊരു ലാൻഡ് മാർക്ക് വരാനായിട്ട്. സോ 4th പ്ലെയർ എന്നുള്ള രീതിയിലും ആവും. അതുപോലെ ഡേവിഡ് വാർണർ ഓൺ ദ അതർ സൈഡ് നീഡ്സ് 1 6 മോർ, 200 6 എന്നുള്ളത് തേക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡ്വെയിൻ ബ്രാവിക്ക് 1 വിക്കറ്റും കൂടെ മതി ടു ഓവർടേക്ക് പീയൂഷ് ചവള ആൻഡ് ബിക്കം ദ 3rd ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ IPL ഹിസ്റ്ററി. ലാസിത് മലിംഗയ്ക്ക് അതുപോലെ അമിത് മിശ്രയ്ക്ക് മാത്രമാണ് കുറച്ചും കൂടി വിക്കറ്റ് മുകളിലുള്ളത്. അതുപോലെ തന്നെ 2 വിക്കറ്റും കൂടെ മതി സിദ്ധാർത്ഥ് കൗളിന് 50 IPL വിക്കറ്റ്സ് എന്നുള്ളൊരു കൗണ്ട് എത്താനായിട്ട് ഫോർ സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇനി 35 റണ്ണും കൂടെ മതി ഡേവിഡ് വാർണറിന്, ഫസ്റ്റ് പ്ലെയർ ടു റീച്ച് 4000 IPL റൺസ് ഫോർ SRH. സോ ഒരുപാട് ലാൻഡ് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫാഫ് ഡുപ്ലസിന് 150+ സ്കോറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഹി ക്യാൻ ഈക്വൽ മൈക്കിൾ ഹസീസ് 3rd സ്പോട്ട് ഇൻ ദ മോസ്റ്റ് 50+ സ്കോർസ് ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഡെയിൻ ബ്രാവോ ഫസ്റ്റ് എവർ ഓവർസീസ് ക്രിക്കറ്ററാണ് ടു ഫീച്ചർ ഇൻ 100 IPL മാച്ചസ് ഫോർ CSK. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീറ്റ്. So he'll become the 4th overall after MS Dhoni, Suresh Raina and Ravindra Jadeja. So Pandey ഈ ഒരു പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചു വരുന്നുള്ള ന്യൂസസ് ഓൾമോസ്റ്റ് കൺഫേം ആണ് 99%. സോ വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹിസ് 150th അപ്പിയറൻസ്. ജഡേജയ്ക്ക് 2 ഹിറ്റും കൂടെ മതി, 8 ton of sixes in T20s. സോ സ്റ്റാറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം വിന്നിങ് ദ ടോസ് 42 പ്രാവശ്യം 74 ഔട്ടിങ്സിൽ 42 പ്രാവശ്യം ചേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദാറ്റ് മീൻസ് ആവറേജ് ഓൺ ആവറേജ് നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിനും ചേസ് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം ഡ്യൂ ടു ദ ഡ്യൂ ഫാക്ടർ. ഇനി H2Hൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് 14 മീറ്റിംഗ് എടുക്കുകയാണെങ്കിൽ CSK 10 ജയിച്ചിട്ടുണ്ട്, SRHന് ജസ്റ്റ് 4 വിക്ടറീസ് ആണുള്ളത്. സോ IPL 2020 സോ 2 പ്രാവശ്യം ഈ സൈഡ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാച്ചിൽ SRH 7 റണ്ണിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മാച്ചിൽ CSK 20 റണ്ണിന് ജയിച്ചിട്ടുണ്ട്. സോ 1-1 എന്നുള്ള രീതിയിൽ ടാലിയാണ് ലാസ്റ്റ് സീരീസ്. സ്റ്റാർ പെർഫോമൻസ് ഫോർ CSK അഗൻസ്റ്റ് SRH നോക്കുകയാണെങ്കിൽ വൺ അതർ ദാൻ ദ മിസ്റ്റർ ഡിപ്പെൻഡബിൾ കെയ്ൻ വില്യംസൺ. 301 റൺസാണ് 8 ഗെയിംസിൽ നിന്ന് സ്കോർ ചെയ്യുന്നത്, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 139.35. സോ അതിൽ തന്നെ 10 സിക്സസും ഉണ്ട്, 28 ഫോറും ഉണ്ട്. സോ ഇൻ 8 മാച്ചസ് അഗൻസ്റ്റ് ചെന്നൈ റാഷിദ് ഖാൻ ഹാസ് ടേക്കൺ 6 wickets വിത്ത് ദ പെർഫോമൻസ് ഓഫ് 2 for 11. സോ റാഷിദ് ഖാൻ ഈസ് ഓൾസോ എ ഗുഡ് ബാറ്റ്. പിന്നെ ജോണി ബെയർസ്റ്റോ ഹാസ് അമേസ്ഡ് 84 റൺസ് ഫ്രം 4 games at a strike rate of 115.07. സ്റ്റാർ പെർഫോമൻസ് ഫോർ ചെന്നൈ അഗൻസ്റ്റ് ഹൈദരാബാദ് നോക്കുകയാണെങ്കിൽ ഡ്വെയിൻ ബ്രാവോയ്ക്ക് 19 വിക്കറ്റ് ഉണ്ട് അഗൻസ്റ്റ് SRH ഇൻ IPL കരിയർ. അതുമല്ല 100th അപ്പിയറൻസും കൂടെയാണ്. സോ ഡ്വെയിൻ ബ്രാവോ ഒരു അല്പം ഒരു എന്താ പറയുക ഒരു പിക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഹിസ് ആൻ ആവറേജ് ഓഫ് 22 ഓൾസോ. ഇനി 16 മാച്ചസ് കളിക്കുകയാണെങ്കിൽ അംബാട്ടി റൈഡ് ഹാസ് സ്കോർഡ് 496 റൺസ് അഗൻസ്റ്റ് SRH അറ്റ് ആവറേജ് ഓഫ് 45.09. അതിൽ ഒരു സെഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ 3 50 ഉണ്ട്. സോ ധോണിയും അതുപോലെ തന്നെ സുരേഷ് റൈനയും ഓറഞ്ച് ആർമിക്ക് അല്ലെങ്കിൽ ഹൈദരാബാദിനെതിരെ കുറച്ച് ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അലോങ് വിത്ത് അംബാട്ടി റൈഡ്. സോ ദീസ് 3 പ്ലെയേഴ്സാണ് കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത്.
സോ ടീം ന്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മനീഷ് പാണ്ഡെ സൺറൈസേഴ്സിൻ്റെ മിഡിൽ ഓർഡറിൽ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം വിരാട് സിംഗിനെ ഡയറക്റ്റ്ലി റിമൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സൂപ്പർ കിങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോയിൻ അലി ഒരു മാച്ചിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ഫിറ്റ്നസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. സോ മോയിൻ അലി വിൽ ബി ഡയറക്റ്റ്ലി കമ്മിങ്. സോ ഈ ഒരു മാച്ചിൽ എന്തായാലും മോയിൻ അലി കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ സ്ട്രാറ്റജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാർണറിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 150 ആണ് അഗൻസ്റ്റ് ജഡേജ, താഹിർ, പിന്നെ അലിക്കെതിരെ അതുപോലെ തന്നെ. ബട്ട് സ്ട്രഗിൾസ് ടു പുട്ട് അവേ സാം കുറാൻ, ദീപക് ചഹർ ആൻഡ് ഡ്വൈൻ ബ്രാവോ. സോ സ്ട്രൈക്ക് റേറ്റ് ഹോവറിംഗ് അബൌട്ട് 176 ആൻഡ് 112 അഗൻസ്റ്റ് ദീസ് പേസ് ബൗളേഴ്സ്. സോ IPL സ്റ്റാർട്ടിങ് നോക്കുവാണെങ്കിൽ സൂപ്പർ കിങ്സ് ഹാവ് സ്കോർഡ് 43 runs on an average in the power play. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വരുവാണെന്നുണ്ടെങ്കിൽ they will end up close to 180 with a success rate of 80% in those matches. സോ പവർ പ്ലേയിലെ സ്റ്റാർട്ട് തന്നെയാണ് എപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിന്നിന് അനിവാര്യമായിട്ടുള്ളത്. സോ എബോവ് 43 റൺ സ്കോർ ചെയ്താൽ 180 ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സപ്പോസ് 180 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 80% ചാൻസ് ദേ വിൽ വിൻ. സോ അത് തന്നെയാണ് സ്റ്റാറ്റ്സ് പ്രൂവ് ചെയ്യുന്നത്. സ്റ്റാറ്റ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ കിങ്സ് ലാസ്റ്റ് 5 മാച്ചസിൽ 4 എണ്ണം ജയിച്ചിട്ടുണ്ട്. സോ ബിഗ് അഡ്വാൻറ്റേജ്. അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലാസ്റ്റ് 5 എണ്ണത്തിൽ 1 എണ്ണമാണ് ജയിച്ചിരിക്കുന്നത്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ അഗൈൻ അഡ്വാൻറ്റേജ് ഓവർ ചെന്നൈ സൂപ്പർ കിങ്സ് 6-2 എന്നുള്ള രീതിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നിലാണ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ. സോ മാച്ചപ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റെയ്ന വേഴ്സസ് ഭുവനേശ്വർ കുമാർ സ്ട്രഗിൾ 3 times. അതുപോലെ തന്നെ അംബാട്ട് റൈഡു വേഴ്സസ് ഭുവനേശ്വർ കുമാർ 2 times സ്ട്രഗിൾ. റെയ്ന വേഴ്സസ് സന്ദീപ് ശർമ്മ 2 times സ്ട്രഗിൾ. അതുപോലെ അംബാട്ട് റൈഡു വേഴ്സസ് നദീം സ്ട്രഗിൾഡ് എ ലോട്ട് 3 times. ഉത്തപ്പ വേഴ്സസ് നദീം 2 times. അതുപോലെ അംബട്ട് റൈഡു വേഴ്സസ് സന്ദീപ് ശർമ്മ 3 times. ഫാഫ് ഡുപ്ലസ് വേഴ്സസ് സന്ദീപ് ശർമ്മ 3 times. റെയ്ന വേഴ്സസ് റാഷിദ് ഖാൻ 3 times. സോ റൈഡുവിനും റെയ്നയ്ക്കുമാണ് കൂടുതൽ ഇതിനകത്ത് ഡെഫിഷ്യൻസി നമ്മൾ കാണാൻ പറ്റുന്നത്. അതുപോലെ ഓപ്പോസിഷൻ നോക്കുവാണെങ്കിൽ ദേവ് നോഡ് വേഴ്സസ് DJ ബ്രാവോ ഓഫ് കോഴ്സ് 2 times. അതുപോലെ മനീഷ് പാണ്ഡെ വേഴ്സസ് KV ശർമ്മ, കരുൺ ശർമ്മയാണ് ഉദ്ദേശിക്കുന്നത് 2 times. അതുപോലെ ഹോൾഡർ വേഴ്സസ് ബ്രാവോ 3 times. പിന്നെ നബി വേഴ്സസ് ബ്രാവോ 3 times. ബാക്കി പാണ്ഡെ വേഴ്സസ് ബ്രാവോ, വില്യംസൺ വേഴ്സസ് താക്കൂർ, പാണ്ഡെ വേഴ്സസ് ജഡേജ 2 times ഈച്ച്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പാണ്ഡെ ഹാസ് സ്ട്രഗിൾഡ് എ ലിറ്റിൽ ബിറ്റ്. പക്ഷേ ഇതൊരു കംബാക്ക് മാച്ച് ആയിരിക്കും മനീഷ് പാണ്ഡെയുടെ. ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ 2019 വന്നപ്പോൾ അത് 156 റേഞ്ചായി. 2018 ആയിരുന്നപ്പോൾ അത് 180 ആയിരുന്നു. സോ ഓൾമോസ്റ്റ് ഒരു 6 ആക്ക് എന്നുള്ള രൂപത്തിലാണ് റൺസ് കയറും, ഒരു വർഷത്തിൽ റൺസ് കുറയും, അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 160 to 170 ആണ് പാർ സ്കോർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഔട്ട്കം ഓഫ് ലാസ്റ്റ് 5 മാച്ചസിൻ്റെ ഔട്ട്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് വോൺ 55.6% ആൻഡ് ടീം ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് വോൺ 40%. ദാറ്റ് മീൻസ് 11 matches ടീം ബാറ്റിംഗ് സെക്കൻഡ്, 15 matches ടീം ബാറ്റിംഗ് ഫസ്റ്റ്. സോ ഇതൊരു ആവറേജ് ക്രൈറ്റീരിയ ആണ്. രണ്ട് ടീമിനും ഒരുപോലെ ആനുകൂലമാണ്. ഞാൻ ഇൻഡ്യൂഷൻസിൽ പറയാം, ഇൻഡ്യൂഷൻസിൽ ക്ലിയർ ആയിട്ട് പറയണം, അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ചെയ്ത് നമുക്ക്. ഇനി ആവറേജ് വേഴ്സസ് എക്കണോമി നോക്കുവാണെങ്കിൽ ലെഗ് ബ്രേക്ക് ബൗളേഴ്സിന് ഇവിടെ നല്ല രീതിയിലുള്ള പർച്ചേസ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള റീസൺസ് ഞാൻ കാണിച്ചുതരാം മാച്ചസ് വെച്ചിട്ട്. അതുപോലെ ഓർത്തഡോക്സ് ബൗളേഴ്സ്, പിന്നെ ഫാസ്റ്റ് ബൗളേഴ്സ്, മീഡിയം ബൗളേഴ്സ്, ചൈനമൻ ബൗളേഴ്സ്. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ബൗളർ എന്ന് പറഞ്ഞാൽ ഓഫ് ബ്രേക്ക് ബൗളേഴ്സാണ്. സോ മെയിൻലി ടു വാച്ച് ഔട്ട് ഈസ് leg break bowlers. So that's the reason why I'm saying Rashid Khan can be a good pick for this match. അതും ഇൻഡ്യൂഷൻസിൽ ക്ലിയർ ആയിട്ട് പറയാം. സോ ഇത് തന്നെയാണ് ബേസിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ്. സോ ഇത് 2016 വേൾഡ് T20 നടന്നപ്പോൾ ഉള്ള ഒരു സ്റ്റാറ്റാണ്. ഞാൻ 3 മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് കാണിച്ചു തരാം. റീസെൻ്റ്ലി നടന്ന 3 മാച്ച്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 153 ആണ് ന്യൂസിലാൻഡ് എടുത്തത്, 159 ഇംഗ്ലണ്ട് എടുത്തു, ജയിച്ചു. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി വിക്കറ്റ് ടേക്കിംഗ് സ്റ്റോക്സിന് 3 വിക്കറ്റ്, പ്ലങ്കറ്റ് 1, മോയിൻ അലി 1 വിക്കറ്റ്. മോയിൻ അലി കളിക്കാനുണ്ട് അവർക്ക്. ക്രിസ് ജോർഡൻ 1 വിക്കറ്റ്, ഡേവിഡ് ലി 1 വിക്കറ്റ്. ഒപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് എ ഫ്ലയർ. പക്ഷേ again ഇഷ്സോദി ഹാസ് ടേക്കൺ 2 wickets. ഇഷ്സോദി ഈസ് എ ലെഗ് സ്പിന്നർ. അതുപോലെ തന്നെ മിച്ചൽ സാന്റർ ഓർത്തഡോക്സ് ബൗളർ ഹാസ് ഗോട്ട് 1 wicket. പ്രത്യേകം ഓർക്കേണ്ട കാര്യം ജഡേജയും അതുപോലെ തന്നെ ഇമ്രാൻ താഹിർ, റാഷിദ് ഖാൻ ഇവർക്കൊക്കെ നല്ല രീതിയിൽ പർച്ചേസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോകാം. ന്യൂസിലാൻഡ് വേഴ്സസ് ഇന്ത്യ നടന്നൊരു മാച്ച്, അത് 2017 മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്ത്യ 202 റൺസ് എടുത്തു. രോഹിത് ശർമ്മ ആൻഡ് ശിഖർ ധവൻ ഹാസ് പ്ലേഡ് റിയലി വെൽ. അഗൈൻ വി ക്യാൻ സീ ഇഷ്സോദി ഹാസ് ടേക്കൺ 2 wickets ആൻഡ് Trent Boult 1 wicket. അതർ ദാറ്റ് നോബഡി ഹാസ് സ്കോർഡ്. അതുപോലെ ഓപ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും പൊളിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ബട്ട് കെയ്ൻ വില്യംസൺ ഹാസ് സ്കോർഡ് 28 runs, ടോം ലാത്തം 39 runs. സോ ഇവിടെ വിക്കറ്റിൻ്റെ കോളം നോക്കുവാണെങ്കിൽ യുസ്വേന്ദ്ര ചഹൽ അഗെയിൻ ലെഗ് സ്പിന്നർ 2 wickets. അക്ഷർ പട്ടേൽ ഓർത്തഡോക്സ് പ്ലെയർ 2 wickets. ഹാർദിക് പാണ്ഡ്യ 1 wicket. ജാസ്പ്രീത് ബുംറ 1 wicket. ഭുവനേശ്വർ കുമാർ അഗെയിൻ 1 wicket. സോ ഇതാണ് സെക്കൻഡ് മാച്ചിൻ്റെ സ്റ്റാറ്റ്സ്. 2019 നടന്നതാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും വിക്കറ്റിൽ പോയിട്ടുണ്ട്, സെക്കൻഡ് ആയിട്ടുണ്ട്. സോ വിക്കറ്റ്സിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ ഷാഫുൽ അസ്ലം ഇസ് ഓഫ് കോഴ്സ് എ പേസർ 2 wickets. അഗെയിൻ അമിനുൽ ഇസ്ലാം ഇസ് എ ലെഗ് ബ്രേക്ക് ഗൂഗ്ലി ടൈപ്പ് ഓഫ് ബൗളർ 2 wicket. അതുപോലെ ആഫിഫ് ഹുസൈൻ ഓഫ് ബ്രേക്ക് ബൗളർ 1 wicket. അഗെയിൻ ലെഗ് ബ്രേക്ക് ബൗളേഴ്സിന് പർച്ചേസ് കിട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൺസ് ഹാസ് ബീൻ ചേസ്ഡ്, ഡ്യൂ ഫാക്ടർ ഹാസ് ബീൻ കെപ്റ്റ് ഓൺ മൈൻഡ്. ദീപക് ചഹർ 1 wicket, ഹീസ് ഓൾസോ പ്ലേയിങ്. ഖലീൽ അഹമ്മദ്
ഹാസ് ഗോട്ട് 1 വിക്കറ്റ്, ഹീസ് പ്ലേയിങ്. അതുപോലെ തന്നെ യുസ്വേന്ദ്ര ചഹൽ 1 വിക്കറ്റ്. അതായത് ദാറ്റ് മീൻസ് ലെഗ് സ്പിന്നേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും ഈ വിക്കറ്റിൽ നിന്ന് പർച്ചേസ് കിട്ടുന്നുണ്ട്. അതായത് പേസേഴ്സിന് മാത്രമല്ല സ്പിന്നേഴ്സിനും ഈ വിക്കറ്റിൽ ഒരു സേവ് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 മാച്ചസിൻ്റെ റെക്കോർഡ് ഞാൻ കാണിച്ചത്. റീസെൻ്റ്ലി നടന്ന മാച്ചസാണ്. സോ ആദ്യമേ തന്നെ പറയാം, ഡ്രീം ലെവലിൽ ഈ മാച്ച് കളിക്കുന്നത് വളരെയധികം റിസ്ക്കിയാണ്. കാരണം ഹൈ ക്രെഡിറ്റ് ഇഷ്യൂസ് ആണ്. കാരണം കംബാക്ക് പ്ലേയേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് വളരെയധികം ടൈറ്റാണ് നല്ലൊരു ടീം സെറ്റ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബെയർസ്റ്റോ കൺഫേംലി നമുക്കൊരു മസ്റ്റ് പിക്കാണ്. സോ 10 ക്രെഡിറ്റിലാണ് പുള്ളി അവൈലബിൾ ആവുന്നത്. സോ മസ്റ്റ് പിക്കായിട്ട് ഞാൻ പുള്ളി എടുക്കുന്നുണ്ട്. ബാറ്റിങ്ങിൽ ഫാഫ് ഡു പ്ലസസ് എല്ലാവർക്കും അറിയാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫാഫ് ഡു പ്ലസിനെ എടുക്കുന്നു. കെയ്ൻ വില്യംസൻ്റെ ഈ ടൈപ്പ് ഓഫ് ഇന്നിങ്സ് അല്ലെങ്കിൽ മിസ്റ്റർ ഡിപ്പെൻഡബിൾ എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് കെയ്ൻ വില്യംസിനെ എടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനീഷ് പാണ്ഡെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനീഷ് പാണ്ഡെ ഡയറക്റ്റായിട്ട് ഇടാം. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം കെയ്ൻ വില്യംസൺകാൾ ഒരുപടി മുന്നിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ മനീഷ് പാണ്ഡെ ആണ് നമ്പർ 3 ഇറങ്ങിക്കൊണ്ടിരുന്നത്. ബട്ട് മനീഷ് പാണ്ഡെ ഇല്ലാത്തതുകൊണ്ടാണ് കെയ്ൻ വില്യംസിനെ ഇറക്കിക്കൊണ്ടിരുന്നതും. സോ മനീഷ് പാണ്ഡെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്പർ 3 ആവും. സോ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് പോസിബിളി ചെയ്യാം. അതേ ഉള്ളൂ നിവർത്തിയുള്ളൂ. ഒരു ക്രെഡിറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഡേവിഡ് വാർണർ ഓഫ് കോഴ്സ്. പിന്നെ ഗെയ്ക്വാഡിൻ്റെ 4 മത്സരം ഗെയ്ക്വാഡ് ഓൾമോസ്റ്റ് 8 ക്രെഡിറ്റ്സിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഗെയ്ക്വാഡിനെ എടുക്കുന്നു. പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള ജഡേജ ഞാൻ ഇവിടെ എടുക്കുവാണ്. പിന്നെ ഉള്ളത് സാം കുറാൻ 9 ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് ഇച്ചിരി റിസ്ക് ആണ് ഇടുന്നത്. ബട്ട് വേറെ പ്ലേയേഴ്സിന് നമുക്ക് ആ ഒരു പോസിബിലിറ്റി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാം കുറാൻ എടുക്കുന്നു. സാം കുറാന് അതുപോലെ തന്നെ അണ്ടർ റേറ്റഡ് പ്ലെയർ തന്നെയാണ്. സോ സാം കുറാൻ ആൻഡ് ജഡേജയാണ് ഓൾറൗണ്ടർ എടുക്കുന്നത്. ബൗളിങ്ങിൽ ഞാൻ 4 പേരെ എടുക്കുകയാണ്. അതായത് റാഷിദ് ഖാൻ, ദീപക് ചഹൽ, ഖലീൽ അഹമ്മദ് പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ മസ്പിക്കാരുള്ള ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ്. പിന്നെയുള്ളത് സിദ്ധാർത്ഥ് കൗളാണ്. ഞാൻ സിദ്ധാർത്ഥ് കൗളിനെ ഇടുന്നു. ഇവിടുത്തെ ബിഗ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിൻ അലി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എങ്ങനെ ഇടും എന്നുള്ളൊരു പെർഫോമൻസ് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കെയ്ൻ വില്യംസൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് കെയ്ൻ വില്യംസനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് കെയ്ൻ വില്യംസണും ഇസ് എ ടഫ് കോൾ 9 ക്രെഡിറ്റിൽ. സോ ഉള്ളതിൽ വെച്ച് ഞാനൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിനും വൈസ് ക്യാപ്റ്റൻ ബെയർസ്റ്റോ ആണ്. ബട്ട് ഇറ്റ്സ് എ ഹൈലി റിസ്കി ടീം ഡ്യൂ ടു ദ മെയിൻ 2 പ്ലേയേഴ്സ് ആണ് മിസ്സിംഗ്. കെയ്ൻ വില്യംസൺ അതുപോലെ തന്നെ മോയിൻ അലി. കംബാക്ക് ചെയ്യുന്നതുകൊണ്ട് മനീഷ് പാണ്ഡെ ഇടുന്നു. മനീഷ് പാണ്ഡെ മാറ്റി നിങ്ങൾക്ക് കെയ്ൻ വില്യംസൺ ഇട്ട് കഴിഞ്ഞാലും ഒരു ത്രെട്ട് തന്നെയാണ്. മനീഷ് പാണ്ഡെയും മോയിൻ അലിയും തിരിച്ചു വരുന്ന 2 പ്ലേയേഴ്സാണ്. മോശപ്പെട്ട് നിൽക്കുന്ന പ്ലേയേഴ്സ് അല്ല, ഹൈലി ഫോമിൽ നിൽക്കുന്ന പ്ലേയേഴ്സുമാണ്. സോ ഇറ്റ്സ് എ റിസ്കി കോൾ ഇൻ ഡ്രീം ലെവൻ. വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കീ സെക്ഷൻ ഇൻഡ്യൂഷൻസിൽ ഫസ്റ്റ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് സൂപ്പർ ഗുഡ് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഈക്വൽ ഹെൽപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാറ്റ്സ്മാൻ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളതല്ല. ബാറ്റ്സ്മാൻ അഡ്വാൻറ്റേജ് ഉണ്ട്, പേസ് ബൗളേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. വിത്ത് റിസൾട്ട്സ് ആൻഡ് മാച്ചിൻ്റെ 3 സ്റ്റാറ്റ്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അതുപോലെ ലോ റൺസ്, ഒരുപാട് കുറഞ്ഞ റൺസ് ഈ ഒരു പിച്ചിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ആസ് പെർ സ്റ്റാറ്റ്സ്. മുന്നത്തെ മാച്ചസിലും അങ്ങനെ തന്നെയായിരുന്നു. സോ ഹ്യൂജ് റൺസ് ഹാസ് ബീൻ ചേസ്ഡ് ഓൾസോ. സോ 2 രീതിയിലും ഒരു ഇന്നിങ്സിനും അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഡ്യൂ ഫാക്ടർ ഉണ്ടെങ്കിൽ കൂടെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ കണ്ടതാണ്. ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് വൺ ഓൾമോസ്റ്റ് 53-54%. സോ ബാറ്റിംഗ് ടീം എപ്പോഴും സെക്കൻഡ് ഇന്നിങ്സ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ബട്ട് ബൈ ദിസ് പീരീഡ് ഓഫ് ടൈം വാർണർ ഇതുവരെയും വാർണർ ടൈപ്പ് ഓഫ് ഇന്നിങ്സ് വന്നിട്ടില്ല. വാർണർ ടൈപ്പ് ഓഫ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫ്ലോയിൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഇന്നിങ്സ് ഇതുവരെയും ക്ലിക്ക് ആവാത്തത് കൊണ്ട് തന്നെ ഐ എം എക്സ്പെക്ടിങ് എ ഹ്യൂജ് റൺ ഫ്രം വാർണർ. അതുപോലെ തന്നെ ബെയർസ്റ്റോ. 2 പേരും ഒരുമിച്ച് നിന്നുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു സീരീസിൽ മിസ്സിംഗ് ആണ്. ആ ഒരു പാർട്ട്ണർഷിപ്പ്, ആ ഒരു കൂട്ടുകെട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ SRH ഫ്ലോപ്പ് ആവുന്നതും. സോ ഐ എം എക്സ്പെക്ടിങ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വാർണറിനെയും ബെയർസ്റ്റോ ഇടാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് ഈസ് എ ഹൈലി റിസ്കി കോൾ എഗൻസ്റ്റ് CSK. പക്ഷേ എന്നാലും ഇറ്റ് വിൽ ബി ഹൈലി ബെനിഫിഷ്യൽ ഡ്യൂ ടു അങ്ങനെ ഒരു പെർഫോമൻസ് വരാത്തതുകൊണ്ട് തന്നെ. ഇനി റായിഡുവിന് നല്ല റെക്കോർഡ്സ് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാൻ പോകുന്നത്, അതിൻ്റെ മെയിൻ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRHൻ്റെ ഹോം ഗ്രൗണ്ട് ഹൈദരാബാദാണ്. സോ മെയിൻലി SRHൻ്റെ കളി കടന്നുകൊണ്ടിരുന്ന കംപ്ലീറ്റ് ഹൈദരാബാദാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, റായിഡുവിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് സ്റ്റേഡിയമാണ്. ഹീസ് ഫ്രം ആന്ധ്രാപ്രദേശ്. സോ ആ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ റെക്കോർഡ്സ് ഇത്രയധികം ഭീമമായിട്ട് മാറിയിട്ടുള്ളൊരു മെയിൻ റീസൺ. ബട്ട് റായിഡു ഇസ് എ ഗുഡ് പ്ലെയർ ഫോർ GL ഓഫ് കോഴ്സ്. പക്ഷേ വെറുതെ നിങ്ങൾ റെക്കോർഡ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതാണ് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അതുപോലെ റാഷിദ് ഖാന് CO അല്ലെങ്കിൽ VC ഈ ഒരു മാച്ചിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക അലോങ് വിത്ത് താഹിറിനെ ഞാൻ മാറ്റി പറയാനല്ല. ബട്ട് റാഷിദ് ഖാൻ്റെ ടൈപ്പ് ഓഫ് പെർഫോമൻസ് എസ്പെഷ്യലി വന്നിട്ടില്ല. എസ്പെഷ്യലി റാഷിദ് ഖാൻ ഇസ് എ സെക്കൻഡ് ഇന്നിങ്സ് ഹ്യൂജ് ബൗളർ. ഫസ്റ്റ് ഇന്നിങ്സിൽ മോശം എന്നുള്ളതല്ല, ബട്ട് സെക്കൻഡ് ഇന്നിങ്സിൽ ഹിസ് അഡ്വാൻറ്റേജ് ഗോസ് ഓവർ ബൈ 50-75%. സോ റാഷിദ് ഖാനെ നിങ്ങൾ CO or VC ട്രൈ ചെയ്യുക. അതുപോലെ റെയ്ന GLന് വേണ്ടി ഗുഡ് ബെറ്റാണ്. ഈ ഒരു പിച്ചിൽ റെക്കോർഡ്സും ഉണ്ട്. ധോണിയുടെയും റെയ്നയുടെയും റായിഡുവിൻ്റെയും റെക്കോർഡ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ബ്രാവോയ്ക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട് അഗൻസ്റ്റ് SRH, എസ്പെഷ്യലി അഗൻസ്റ്റ് വാർണർ ഓൾസോ. സോ ഈസ് ഓൾസോ ലൈക്ലി ടു ബി എ ഗുഡ് ബെറ്റ്. ഇനി CSK അവരുടെ
ക്ലാസ് അവർ കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. SRH ഈ ഒരു മാച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. ബട്ട് എഗൻസ്റ്റ് ഇൻഫോം CSK ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ SRHൻ്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ടീം നിങ്ങൾ SRHന് വേണ്ടി മാത്രം ബൂസ്റ്റ് ചെയ്തിടുക. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ബെയർസ്റ്റോ ആൻഡ് വാർണർ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇടുക. സോ ദേ വിൽ ട്രൈ ടു ഫയർ ഫ്രം ഓൾ ഗൺസ് ബ്ലേസിങ്. സോ അങ്ങനൊരു അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. സോ മനീഷ് പാണ്ഡെ ഈസ് ഓൾസോ കമ്മിങ് ഇൻ ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ SRH. സോ GL പിക്സ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത് റെയ്ന തന്നെയാണ്. റെയ്ന ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഖുറാൻ ഹൈലി അണ്ടർ റേറ്റഡ് ആണ്. പക്ഷേ എഗൻസ്റ്റ് വാർണറിൻ്റെ റെക്കോർഡ്സ് ഉണ്ട് ബൗളിങ്ങിന്. അതുപോലെ തന്നെ ഇതുവരെയും അങ്ങനെ ഒരു പെർഫോമൻസ് വേണ്ടി വന്നിട്ടില്ല. താക്കൂർ ഇസ് ഓൾസോ എ ഗുഡ് ബെറ്റ്. അതുപോലെ തന്നെ വാർണർ കൈൻഡ് ഓഫ് ഇന്നിങ്സ് ഇതുവരെയും വന്നിട്ടില്ല. സോ വാർണർ ഇസ് ഓൾസോ എ ഗുഡ് ബെറ്റ്. അതുപോലെ പാണ്ഡെ ഇസ് എ ഹ്യൂജ് ബെറ്റ്. ഹി ഹാസ് ഹിസ് പ്രോബ്ലംസ് അഗൻസ്റ്റ് അതർ ബൗളേഴ്സ് അഗൻസ്റ്റ് CSK. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു കംബാക്ക് മാച്ചാണ്. ഓൾ ദ ക്രിറ്റിക്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനീഷ് പാണ്ഡെ ഫേസ് ചെയ്ത ക്രിറ്റിക്സ്, അതിനെല്ലാം മിക്കവാറും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി തിരിച്ചു വരുന്നത്. സോ ഇസ് ഓൾസോ എ ഗുഡ് ബെറ്റ്. ബട്ട് മോയിൻ അലിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ബട്ട് മോയിൻ അലി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവരും SL ട്രൈ ചെയ്യാൻ പോകുന്ന പ്ലെയറാണ്. ഡ്യൂ ടു മാച്ച് ഫിറ്റ്നസ് ഓൺലി ഹി ഹാസ് നോട്ട് പ്ലേഡ് ദാറ്റ് മാച്ച്. സോ ഈ മാച്ചിലും ഹ്യൂജ് ബെറ്റ് തന്നെയാണ്. ഏരിയാസും എല്ലാ ഇൻഫർമേഷൻസും കവർ ചെയ്യുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സോ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടാലെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.